അങ്ങനെ നമ്മ പഴനിന്ന് വന്നൊഴിയാണ്ട. പഴനിന്ന് നമ്മ ഇപ്പൊ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊല്ലങ്കോടിന്റെ കാഴ്ചകളാണ് ഞാൻ ഒപ്പിയെടുക്കാൻ പോണം. അപ്പൊ അതിനിടയിൽ നമുക്ക് പ്രഭാതോട്ടം കഴിക്കണമല്ലോ. നമ്മുടെ പൊള്ളാച്ചി ഉടുമലൈ റോഡാണ്. ഏതാണ് ഉടുമലൈ റോഡിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതെ ഹോട്ടലിൽ ഒരു കൃഷ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കണത്. ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കണം, പറ്റിയത് കഴിക്കണം. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോണത്. വേഗം നമുക്ക് ഹോട്ടലിനുള്ളിൽ കയറാം. നല്ല വിശക്കണില്ലേ? ആവാ. അങ്ങനെ അതേ ഹോട്ടലിനുള്ളിൽ കയറി ഇരിപ്പാട്ടാ. ഫുഡ് കാത്തിരിക്കുന്നു. നമുക്കപ്പോൾ ഫുഡ് തരാൻ വേണ്ടി വാഴയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വാഴയിലാണ് ഫുഡ് വരുന്നത്. നല്ല സ്റ്റീലിൻ്റെ പാത്രത്തിൽ നല്ല ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കുറേ പേരുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓരോരുത്തരോരോ വിശേഷം പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മ പൂരിയും നെയ് റോസ്റ്റൊക്കെയാണ് ഓർഡർ ചെയ്താക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ്. കാഴ്ചയിലല്ല ഭംഗി. തൊട്ട് നോക്കാം. ഉരുളക്കിഴങ്ങറി കൂടാതെ തക്കാളി ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ അതിൻ്റെ ടേസ്റ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഫുഡ് വരണം. അതിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. നല്ല വിശപ്പുണ്ട്, നല്ല തണവുണ്ട് ഇവിടെ. ഓരോ കറികളിട്ട് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. തക്കാളി ചമ്മന്തി ഉണ്ട്. അപ്പം നമുക്കുള്ള പൂരി എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും നിശാന്തിയും നിബിച്ചാനും പൂരിയാണ് പറഞ്ഞേക്കണം. അച്ചുവും മുത്തും അവർ നെയ് റോസ്റ്റ് മസാല ദോശയിട്ടേ പറഞ്ഞാക്കിയിരുന്നു. നമുക്കുള്ള ഐറ്റം എത്തിയിട്ടുണ്ട്. തിന്ന് നോക്കിയിട്ട് പൂരി എത്തിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൂരി കേട്ടോ. ചട്നി വെച്ചിട്ടുണ്ട്. സാമ്പാറിന് അടിപൊളിയാണല്ലോ. ഒറ്റയ്ക്കോ ഒറ്റയ്ക്കോ അടിപൊളിയായിട്ടുണ്ട് തരാൻ. നക്കി അടിക്കുന്നു നോക്കും. ഒരു മേടിച്ചാൽ മതി. അതല്ലേ അത് കിട്ടിയില്ലേ? മസാല പൂരി മസാല അടിപൊളിയാണ്ട. മസാല പൂരി മസാല എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് കൊതിയൊന്നു. എന്താണ് എണ്ണ കൂടി പോയിന്നോ? വട വന്നല്ല ഉരുളക്കിഴങ്ങ് കറി നല്ല അടിപൊളി സാധനം. വേലേ
ഇതെന്താണിത് ഇടുന്നോടയിൽ ഇഞ്ചി കഷ്ണം ഇഞ്ചി കഷ്ണം ഉണ്ടാക്കട്ടെ. അതായത് നല്ല ടേസ്റ്റ്. ചമ്മന്തിയിലൊക്കെ ഒരു പെട്ട പിടിച്ചാൽ ആഹാ. ഇത് തക്കാളി ചമ്മന്തി കോരിട്ട് തീറ്റിക്കണ്ട. അപ്പം വട കൂട്ടിയും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണമല്ലോ. ഓരോ കറി കൂട്ടി മടിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെയല്ലേ ഇതിൻ്റെ ടേസ്റ്റ്. കണ്ട ആഹാ പോട്ടെ. അങ്ങനെ തിന്ന് എൻ്റെ പാത്രം കാലി ചെയ്യപ്പോൾ മുത്ത് തിന്നണ കണ്ട് ആസ്വദിച്ചിരിക്കും ഞാൻ. നല്ല മസാല വശമൊക്കെ കോരി കീറി അടിച്ച് തിന്നെയാണ്. അത് കണ്ട് സൈഡിൽ ഇരുന്ന് ഇപ്പോൾ ഒരാൾ കൊതിയിടും. വേണ്ട താടിക്ക് കൈയും പിടിച്ച് തിന്നണ ആസ്വദിക്കാണ്. ദൈവമേ കൊച്ചിന് കൊതി പിടിക്കല്ലേ. വേണ്ട കീറണയൊക്കെ നോക്കിയിരിക്കാണ്. വേണ്ട അതെ പറഞ്ഞു വായ വിളിക്കാതിരുന്നാ മതി. ദൈവം നീരിറക്കി. എന്തായാലും നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ. മസാല ദോശയുടെ മസാല കാണാൻ തന്നെ നല്ല കളറ് അല്ലേ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല. അതേ പൂരി വന്നുണ്ട് കേട്ടോ. പൂരി രണ്ടാമത് ചോദിച്ചിട്ടുണ്ടായി. അതേ അവിടെ ഒരു പൂരി, ഇവിടെ ഒരു പൂരി, ഇപ്പുറത്തൊരു പൂരി. വേണ്ട പൂരികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തിനോട് കാരണല്ലേ മുത്തേ. കണ്ടിട്ടില്ലേ പഴയ ഹോട്ടൽ എപ്പോഴേക്കോ തമർന്നു. സ്റ്റെയർമേറാതിരിക്കാനായിട്ട് പട്ടി വെച്ച് നല്ല അടിപൊളിയാക്കണം. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഇലയൊക്കെ കാലിയാക്കി ഇനിയിപ്പോൾ വാഴലങ്ങടെ മടക്കി വെച്ച് കൈ കഴുകാം. അത് നല്ല കിടിലം ഫുഡായിരുന്നു കേട്ടോ. ഇതുപോലൊരു ഫുഡ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ്. എന്നാലും നമ്മൾ സന്തോഷമായി കഴിച്ചതിൽ നല്ല അടിപൊളി ഫുഡ്. അങ്ങനെ കൈയൊക്കെ കഴുകി സീറ്റിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാം. നമുക്ക് ചായ പറഞ്ഞിട്ടുണ്ടായി. ചായ എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ചായ കിട്ടണം. നല്ല തണവാണ്. അപ്പോൾ നമുക്കൊരു ചൂട് ചായ വേണമല്ലോ. ആദ്യം പറഞ്ഞില്ല, നിങ്ങൾ നേരത്തെ കിട്ടിയാണ്. ഇത് നല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ നല്ല അടിച്ച് പതഞ്ഞ നല്ല കിലുക്കൻ ചായ വന്നിട്ടുണ്ട്. ഇത് കുടിച്ചു നോക്കട്ടെ. നല്ല മധുരമുള്ള ചായ മധുരം അല്ലേ അല്ലേ. ചായ എനിക്ക് കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ മധുരം നല്ല പൂർണ്ണം. ഫുഡ് അടിപൊളിയാണ്. അടിപൊളി ഫുഡ്. അല്ലേ മധുരമുണ്ട്. മധുരം ഇഷ്ടമുള്ള ഇഷ്ടം. അങ്ങനെ നമുക്ക് നമ്മുടെ ബില്ല് കിട്ടിയുണ്ട്. 548 രൂപയാണ് ആകെ ബില്ല് വന്നാക്കണം. അതിനകത്ത് നമ്മൾ പൂരി കഴിച്ച്, മസാല ദോശ കഴിച്ച്, റോസ്റ്റ് കഴിച്ച്, ചായ കഴിച്ച്, എക്സ്ട്രാ വട കഴിച്ച്. അപ്പം നല്ല അടിപൊളി ഫുഡാണ്. അതിന് വലിയ പൈസ ആയിട്ടില്ല. പിന്നെ ശാന്തി അപ്പോൾ ചായ ആറ്റി പതപ്പിച്ച് കഴിക്കണ്ട. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരെ കൊല്ലംകോടേക്കാണ് പോകുന്നത്. അപ്പോൾ ബില്ല് പേ ചെയ്യുക, നേരെ വണ്ടി കയറാൻ പോകാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം. നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോകളായിട്ടൊക്കെ നമ്മൾ വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ബൈ.